السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ. അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും വിളിച്ചും പറയുന്ന ആളുകൾ ദുആ വസിയത്തുകൾ അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ. അല്ലാഹ് ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സകലമാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ. അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഇസ്മിനെ പറ്റിയാണ്. അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളാണ്. അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങൾ, അല്ലാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒരു നാമത്തിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ചൊല്ലുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് അസ്മാഉൽ ഹുസ്ന. അതിൻ്റെ ഫളാഇൽ എത്രയാണ്, അതിൻ്റെ മഹത്വം എത്രയാണ്. എണ്ണിയാൽ തീരാത്തത്രയും മഹത്വങ്ങളുണ്ട് അസ്മാഉൽ ഹുസ്നക്ക്. 99 നാമങ്ങളാണ്. ഓരോരോ നാമങ്ങൾ നമ്മൾ ഓരോരോ ഉദ്ദേശത്തിനനുസരിച്ചാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. നമ്മൾ ഓരോരോ മുറാദുകൾ വെച്ചിട്ടാണ് അസ്മാഉൽ ഹുസ്നയിലെ ഓരോരോ നാമങ്ങൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്, അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. അതിൻ്റെ എണ്ണത്തിൽ അത് നമ്മളെ മുറാദ് മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ കാര്യം അത് ഇൻഷാ അല്ലാഹ് അത് നടന്ന് റാഹത്തിലാക്കി. നമ്മൾ എന്ത് മുറാദ് വെച്ചിട്ടാണോ ചൊല്ലുന്നത് ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേടിക്കിട്ടും. അതിൽപ്പെട്ട ഒരു നാമമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ ഫളായിലുകൾ, എങ്ങനെ എത്ര എണ്ണത്തിൽ നമ്മൾ ചൊല്ലണം, ഏത് രീതിയിൽ ചൊല്ലണം ഇൻഷാ അല്ലാഹ്, അതൊക്കെയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവേ ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി ഇസ്മു മിഅ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് 99 മഹത്താക്കപ്പെട്ട നാമങ്ങളുണ്ട്. അല്ലാഹുവിന് 99 മഹത്താക്കപ്പെട്ട നാമങ്ങളുണ്ട്. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന, ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ആ 99 നാമങ്ങൾ മനഃപാഠമാക്കിയാൽ, ഹിഫ്ള് ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ആരെങ്കിലും ആ 99 നാമങ്ങൾ മനഃപാഠമാക്കിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും
ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ 99 നാമങ്ങൾ നമ്മൾ ഹിഫ്ള് ചെയ്യണം, മനഃപ്പാഠമാക്കണം. ലഘുവായ നാമങ്ങളാണ്, ഖുർആനിൽ പല തവണ റബ്ബ് സുബ്ഹാനഹു തആല ഉണർത്തിയ നാമങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പല സന്ദർഭങ്ങളിലായിട്ട് ഉണർത്തിയതാണ് ആ 99 നാമങ്ങളിലെ ചില നാമങ്ങൾ. അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഉണർത്തിയ നാമങ്ങളാണ്, ലഘുവായ നാമങ്ങളാണ്. നമുക്ക് ഹിഫ്ള് ചെയ്യാൻ, മനഃപ്പാഠമാക്കാൻ സിമ്പിളായ, ഈസിയായ, എളുപ്പത്തിൽ ഹിഫ്ള് ചെയ്യാൻ പറ്റിയ 99 നാമങ്ങൾ നമ്മൾ ഹിഫ്ള് ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൽപ്പെട്ട ഒരു നാമത്തിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരെങ്കിലും ആ 99 നാമങ്ങളിൽ ഈ ഒരു നാമം, ഈ ഒരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന മഹാന്മാർ പറഞ്ഞ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന 8 നേട്ടമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 8ഓളം നേട്ടങ്ങൾ, അതിന് പുറമെയുമുണ്ട്. 8 നേട്ടങ്ങളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ സയ്യിദിയം മജ്ലിസിലേക്ക് ഞാൻ ഒരു ഹദിയായിട്ട് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത്. ഇൻഷാ അല്ലാഹ് സ്വീകരിച്ചൂടെ? നമ്മളൊക്കെ ചൊല്ലുന്നതാണ്. ആ എണ്ണത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ചെറിയ എല്ലാവർക്കും വലിയ വലിയ സൂറത്ത് പറയുമ്പോൾ, വലിയ വലിയ ദിക്റുകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നില്ല തങ്ങളെ, ഞങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ചെറിയ നാമം നമ്മൾ കാണുമ്പോൾ ചെറിയൊരു നാമമാണെങ്കിലും അതിൻ്റെ മഹത്വങ്ങൾ വലുതാണ്. അത് ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വങ്ങൾ, പണ്ഡിതന്മാർ പറയുന്ന മഹത്വങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ചൊല്ലാതിരിക്കാൻ കഴിയില്ല. എൻ്റെ മുത്തും മുഅ്മിനീങ്ങളെ, അത്രയും പവർഫുള്ളായിട്ടുള്ള ഈ 8 നേട്ടങ്ങൾ, ഈ ഒരു ഇസ്മിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ചൊല്ലിയാൽ കിട്ടുന്ന 8 ഗുണങ്ങൾ, 8 നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന 8 നേട്ടങ്ങളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക്, ഇസ്മിലേക്ക് പറയുന്നതിന് മുമ്പ്, ചർച്ചയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നത്, ഇനി എന്നാണ് തങ്ങളെ നോട്ടമുള്ളത്, കൺസൾട്ടിംഗ് ഉള്ളത് വീട്ടിൽ? ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്. ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഈ നമ്പറിൽ വിളിച്ച് വഴി ചോദിച്ച് ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. സകലമായ ധാരാളം പ്രയാസവും പ്രതിസന്ധിയും പറഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ, അല്ലാഹു അവരുടെ സകലമായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ട് വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്ത ധാരാളം ആളുകൾ, നേടിയെടുത്ത ധാരാളം ആളുകൾ നമ്മൾ മജ്ലിസിലേക്ക് നിരന്തരം വിളിച്ചു പറയുന്ന ആളുകൾ, നേരിട്ട് വന്നുകൊണ്ട് സന്തോഷം അറിയിക്കുന്ന ആളുകൾ. തങ്ങളെ, ഞാൻ ധാരാളം ഭാഗങ്ങളിൽ പോയി, ധാരാളം സ്ഥലങ്ങളിൽ പോയി, പിന്നീടാണ് തങ്ങൾ മജ്ലിസ് ഞാൻ കാണാനിടയായത്. കണ്ടു വിളിച്ചു വന്നു, കാര്യങ്ങൾ നിർവഹിച്ചു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അത്ഭുതമെന്നോണം എൻ്റെ കാര്യം റെഡിയായി തങ്ങളെ, മുറാദ് ഹാസിലായി തങ്ങളെ, മകൻ്റെ കല്യാണക്കാരും ശരിയായി തങ്ങളെ, മകളുടെ കല്യാണക്കാരും ശരിയായി തങ്ങളെ, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി തങ്ങളെ. ഇതൊക്കെ ഞാൻ പറയുന്നത് മഹാനായ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്ലിസ് കൊണ്ടാണ്. ഈ സയ്യിദിയം മജ്ലിസ് ഒരു സാധാരണ മജ്ലിസല്ല. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഞങ്ങളൊക്കെ വല്ലിപ്പയായ ഉപ്പാപ്പയായ മഹാനായ ജമലുൽ ലൈലിപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ട് തീരത്തണഞ്ഞ മഹാനായ ഖുതുബ് ഹസൻ ജമലുൽ ലൈലിപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്.
അതുകൊണ്ട് എന്ത് അമല് പറഞ്ഞാലും, എന്ത് മജ്‌ലിസിൽ ഇസ്മ പറഞ്ഞാലും, എന്ത് കാര്യങ്ങളെ മജ്‌ലിസിൽ പറഞ്ഞാലും അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ്, അവിടുത്തെ സമ്മതപ്രകാരമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പറയുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഇസ്മുകൾ ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ധാരാളം എൻ്റെ മുത്തുമുഅ്മിനീങ്ങൾ ധാരാളം പ്രയാസവുമായിട്ടാണ് ഈ മജ്‌ലിസ് കാണുന്നത്. ഒരു പരിഹാരമായിട്ടാണ് മജ്‌ലിസ് കാണുന്നതല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന ഓരോരോ ഇസ്മുകളും ഓരോരോ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്‌ലിസിലേക്ക് കടക്കാം, നമുക്ക് ഇസ്മിലേക്ക് കടക്കാം. നമുക്കതിൻ്റെ നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് എന്താണ് അതിൻ്റെ നേട്ടങ്ങൾ? ഈ ഇസ്മെങ്ങാനും ഒരാൾ പതിവാക്കിയാൽ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു 8 ഗുണങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നത്. 8 നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കേട്ടൂടെ? ഈ 8 നേട്ടങ്ങൾ കേട്ടുകൊണ്ട് ഈ ഇസ്മിനെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കിക്കൂടെ? മുത്തുമുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയൂ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്മിനെ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ, ജീവിതത്തിൽ പതിവാക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്താണ് ഇസ്മ? എന്താണ് ഇസ്മ? അല്ലാഹ് നമുക്ക് ഇസ്മിലേക്ക് കടക്കാം. എന്താണ് ഇസ്മ? യാ ലത്തീഫ് യാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമം യാ ലത്തീഫ് യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ചൊല്ലുന്നതാണ്, ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകൾ ധാരാളം ഈ സയ്യിദിയ മജ്‌ലിസിലുണ്ട്. എനിക്കറിയാം ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് 129 വട്ടം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 129 വട്ടം യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ഒരു ദിവസം നമ്മൾ ചൊല്ലിത്തീർക്കണം. ഒരു ദിവസം അതിൻ്റെ കണക്ക്, അതിൻ്റെ കോഡ് അനുസരിച്ചാണ് ഈ 129 എണ്ണത്തിൽ ചൊല്ലാൻ പറയുന്നത്. യാ ലത്തീഫ് യാ അല്ലാഹ് ഇതിന്റെ അർത്ഥം എന്താണ്? മയം ചെയ്യുന്നവൻ, ദയ കാണിക്കുന്നവൻ, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് യാ ലത്തീഫ് എന്നതിൻ്റെ അർത്ഥം. അല്ലാഹുവിൻ്റെ മഹത്താക്കപ്പെട്ട നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. അത് എണ്ണത്തിൽ 129 എണ്ണത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതായി കിട്ടുന്ന നേട്ടം ആരോഗ്യം അല്ലാഹു നിലനിർത്തും. ഒന്നാമതായിട്ട് മഹാന്മാർ പറയുന്നു ആരോഗ്യം അല്ലാഹു നിലനിർത്തും. ആരോഗ്യത്തിൽ വലിയ സംരക്ഷണം അല്ലാഹു നൽകും. നമ്മൾ ദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രോഗങ്ങളാണ്. വലിയ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ. ഇന്ന് വയസ്സിന്റെ കണക്കില്ല, പ്രായപരിധിയില്ല, എല്ലാവർക്കും രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 20 വയസ്സുള്ള ആളെടുത്തു നോക്കിയാൽ അവനക്കുണ്ടാകും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, മറ്റുള്ള എല്ലാ രോഗങ്ങളും അവനക്കുണ്ടാകും. വയസ്സിന്റെ കണക്കില്ല. ആദ്യകാലങ്ങളായിരുന്നു 60ഉം 70ഉം ആകൽ. ഇപ്പൊ ചെറിയ പ്രായങ്ങൾ 30ഉം 35ഉം വയസ്സ് എടുത്തു നോക്കിയാലും വലിയ വലിയ രോഗങ്ങളാണ് അവനെ പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളെ മാരകമായ രോഗങ്ങളിൽ അല്ലാഹ് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തെയും ഞങ്ങളെ സമ്പത്തിനെയും കാർന്നുന്നത്ര അസുഖങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അല്ലാഹ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ വലിയ സംരക്ഷണം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. രണ്ടാമതായിട്ട് മഹാന്മാർ പറയുന്നു കടം വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി നൽകും.
രണ്ടാമതായിട്ട് ഈ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ ഒരാൾ 129 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നു, രണ്ടാമതായിട്ട് മഹാന്മാര് പറയുന്നു, കടം വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി നൽകും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകൾക്ക് വലിയ കടബാധിതരാണ്. തങ്ങളെ ദുആ ചെയ്യണേ, എനിക്ക് ലക്ഷക്കണക്കിന് കടമുണ്ട് തങ്ങളെ, ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയുന്ന ആളുകളുണ്ട്. കോടിക്കണക്കിന് കടമുള്ള ആളുകൾ, ഒരു മാർഗവുമില്ലാതെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, കടം കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അത് വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി നൽകാൻ 129 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ നീ ചൊല്ലി നോക്ക്. അത്ഭുതം നിനക്ക് കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു പോകാം. മൂന്നാമതായിട്ട് മഹാന്മാർ പറയുന്നു, അധികാരികളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് യാ ലത്തീഫ് എന്ന ഇസ്മ നീ ചൊല്ലിക്കോ. നമുക്ക് അധികാരികളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ, പഞ്ചായത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഓഫീസർമാരിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേടിയെടുക്കാൻ, നമ്മളെ ജോലിയാണ്, നമ്മളെക്കാളും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട്, അവരിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ, എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും നേടിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ജ്യേഷ്ഠന്മാരിൽ നിന്നും, അല്ലെങ്കിൽ നമ്മളെ അനിയന്മാരിൽ, നമ്മളെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ യാ ലത്തീഫ് യാ അല്ലാഹ്, എനിക്ക് തങ്ങളെ എൻ്റെ ഭൂമി വിട്ടു നൽകുന്നില്ല, എൻ്റെ ഭൂമിയാണ് തങ്ങളെ, അല്ലെങ്കിൽ എൻ്റെ വീടാണ് തങ്ങളെ, എൻ്റെ സ്വർണം ഞാൻ കൊടുത്തതാണ് പണയം വെക്കാൻ, അവൾ ചോദിച്ചപ്പോൾ ഒരു കടമായി കൊടുത്തതാണ്, അവൾ എനിക്ക് നൽകുന്നില്ല തങ്ങളെ, എനിക്ക് നൽകുന്നില്ല. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലിക്കോ, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലിക്കോ. 129 പ്രകാരം നീ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മറ്റുള്ളവനിൽ നിന്ന് അല്ലെങ്കിൽ അധികാരികളിൽ നിന്ന് നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ ആ ഇസ്മിനെ കൊണ്ട് സാധ്യമാകും. അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ചൊല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നാലാമതായിട്ട് മഹാന്മാർ പറയുന്നു, നമ്മളെ വിഷമങ്ങൾ മാറി കിട്ടാൻ ധാരാളം അത് പറയണം. ആ വിഷയം പറയാതിരിക്കാൻ വയ്യ. വിഷമങ്ങൾ, ധാരാളം ടെൻഷനുകൾ അനുഭവിക്കുന്ന ആളുകൾ, ടെൻഷനുകളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ടെൻഷൻ അടിച്ച് മാനസിക രോഗിയായി, മാനസിക വിഭ്രാന്തിയായി ജീവിതം തള്ളി നിൽക്കുന്ന ധാരാളം ആളുകൾ, ചെറിയ കാര്യത്തിന് വലിയതായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകൾ, വലിയ ടെൻഷൻ അടിച്ച് ഫിക്റാകുന്ന ആളുകൾ, ഡിപ്രഷൻ അടിക്കുന്ന ആളുകൾ, എന്നിട്ട് മാനസിക രോഗിയായി മാറുന്ന ആളുകൾ. പിന്നെ അവനക്ക് മെഡിസിൻ കഴിക്കണം, ഗുളിക കഴിക്കണം, എന്നാലേ ഉറക്കം ലഭിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ് വരുന്ന ആളുകൾ, ധാരാളം ആളുകൾ, പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പറയുന്നതാണ്, ടെൻഷനാണ് തങ്ങളെ, ടെൻഷനാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, ദുഃഖമാണ്, വിഷമമാണ്. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്ക്, പ്രാവർത്തികമാക്ക്. 129 എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലി നോക്ക്. നിങ്ങൾക്ക് അത്ഭുതമെന്നോണം നിങ്ങൾക്ക് കാണാൻ സാധ്യമാകും. വിഷമങ്ങൾ നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധ്യമാകും. 129 എണ്ണത്തിൽ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലി നോക്ക്. അഞ്ചാമതായിട്ട് മഹാന്മാര് പറയുന്നു, യാത്രയിൽ സുരക്ഷിതത്വം കിട്ടാൻ, യാത്രയിൽ ആക്സിഡന്റ്, അപകട മരണങ്ങളിൽ നിന്ന് സംരക്ഷണമേകാൻ നമ്മൾ പല ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നവരാണ്, വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. ആക്സിഡന്റ്, അപകട മരണങ്ങളിൽ നിന്ന് കാവലേകാൻ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് 129 പ്രാവശ്യം നീ ചൊല്ലിയിട്ട് നീ യാത്ര ചെയ്യും.
അള്ളാഹു നിനക്ക് വലിയ സംരക്ഷണമേകും. അള്ളാഹു യാത്രയിൽ വലിയ കാവലേകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. യാത്രയിൽ വലിയ സംരക്ഷണം കിട്ടാൻ 129 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് നിങ്ങളെ ചൊല്ല്. രണ്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ കൊണ്ട് ആറാമതായിട്ട് അമലെടുത്തു കഴിഞ്ഞാൽ ആറാമതായിട്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ? ഭയത്തിൽ നിന്ന് അല്ലാഹു വലിയ കാവലേകും. വലിയ ഭയം അല്ലാഹു നമുക്ക് നൽകൂല. ധാരാളം ആളുകളുണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഭയം, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയം, ഒറ്റയ്ക്ക് കിടക്കാൻ ഭയം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയം, വലിയ ഭയം അനുഭവിക്കുന്ന ആളുകൾ. എൻ്റെ പിറകിൽ എന്തോ ഉണ്ട് തങ്ങളെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ കൂടെ ആരോ ഉണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നു. വലിയ ഭയമുള്ള ആളുകൾ, വലിയ പേടിയുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് 129 പ്രകാരം എണ്ണത്തിൽ ഇൻഷാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലി നോക്ക്. അത്ഭുതമെന്നോണം നിങ്ങളെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാഹ്, ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ. ഏഴാമതായിട്ട് മഹാന്മാര് പറയുന്നു സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാല നൽകും. സമ്പത്ത് അല്ലാഹു നമുക്ക് വാരിക്കോരി അല്ലാഹു നൽകും നമ്മുടെ ആവശ്യത്തിന്, അല്ലാതെ കൂടുതലായിട്ടല്ല. നമ്മൾ ആവശ്യത്തിന് സമ്പത്ത് അല്ലാഹു നൽകും. എവിടെ മുന്നിലും ആരുടെ മുന്നിലും നമുക്ക് കൈ നീട്ടേണ്ട ആവശ്യം വരില്ല, തല കുനിക്കേണ്ട ആവശ്യം വരില്ല. സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാല നൽകും. ഏഴാമതായിട്ട് ഈസ്മിനെ കൊണ്ട് ആരെങ്കിലും അമലെടുത്ത് കഴിഞ്ഞാൽ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ കൊണ്ട് ആരെങ്കിലും 129 എണ്ണത്തിൽ ഇസ്മ അമലെടുത്ത് കഴിഞ്ഞാൽ അല്ലാഹു സമ്പത്തിൽ വലിയ ബർക്കത്ത് അല്ലാഹു നൽകും, സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് പോരെ സമ്പത്തിൽ സാമ്പത്തിക ഞെരുക്കമായി പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ. ഒരാവശ്യത്തിനും സമ്പത്ത് നമുക്ക് കിട്ടുന്നില്ല, സമ്പത്ത് ചെലവഴിക്കാൻ കഴിയുന്നില്ല. തങ്ങളെ, ഞാൻ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി എനിക്ക് വലിയ സാലറി ഉണ്ട്, വലിയ ജോലിയുണ്ട്, ഞാൻ മറ്റുള്ള എൻ്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമ്പത്ത് വേറെ ഏതോ വഴിക്ക് നീങ്ങുകയാണ്, അത് സഞ്ചരിക്കുകയാണ്, എനിക്ക് സേവ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ബർക്കത്തില്ലായ്മ. അതിൽ വലിയ ബർക്കത്ത് നേടിയെടുക്കാൻ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ കൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്ക്. സമ്പത്തിൽ വലിയ ബർക്കത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകും. നിങ്ങളെ സാമ്പത്തിക എല്ലാ ഞെരുക്കങ്ങളും അല്ലാഹു മാറ്റി നൽകും. മഹാന്മാരായ പണ്ഡിതന്മാർ ഏഴാമതായി പറഞ്ഞ നേട്ടം യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഏഴാമതായി യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ 129 എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നിങ്ങൾക്ക് വലിയ സമ്പത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് അല്ലാഹു നൽകും, സാമ്പത്തിക ഞെരുക്കങ്ങൾ അല്ലാഹു മാറ്റി നൽകും, സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. മഹത്തുക്കൾ പറയുന്നതാണ്. എട്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ കൊണ്ട് 129 പ്രകാരം ആരെങ്കിലും ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന എട്ടാമതായിട്ടുള്ള നേട്ടം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണ് ആ നേട്ടമെന്ന് നിങ്ങൾക്കറിയുമോ? എട്ടാമതായിട്ട് അവനക്ക് കിട്ടുന്നത്, അവനക്ക് ജനങ്ങളുടെ മുന്നിൽ വലിയ സ്വീകാര്യത അല്ലാഹു നൽകും. സമൂഹത്തിന്റെ മുന്നിൽ വലിയ സ്വീകാര്യത അല്ലാഹു അവനക്ക് നൽകും.
എല്ലാവരും അവനെ ഏറ്റെടുക്കും. ആരെ മുന്നിലും അവന് വശലാവൂല, മാനം കെടൂല. അല്ലാഹു സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നിൽ വലിയ അഭിവൃദ്ധി, വലിയ വിജയവും വലിയ സ്വീകാര്യതയും അല്ലാഹു അവനക്ക് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം ഈ മജ്ലിസിൽ നിന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലിക്കൂടെ? എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ചൊല്ലണേ. ഈ മജ്ലിസിൽ നിന്ന് തന്നെ, ഈ മജ്ലിസിൽ നിന്ന് ഒരു ബർക്കത്തിന് വേണ്ടി 29 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. ഇനി എല്ലാവരും ജീവിതത്തിൽ 129 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണേ, നിങ്ങൾ ചൊല്ലണേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ഒരു 29 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. എല്ലാവരും 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 എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. എല്ലാവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഒരു 29 പ്രകാരം ഇൻഷാ നമുക്ക് ചൊല്ലാം. എല്ലാവരും ജീവിതത്തിൽ ഒരു 129 പ്രകാരം ഇൻഷാ നമുക്ക് ചൊല്ലണം. എല്ലാവരും ഒരു 129 പ്രകാരം ഇൻഷാ അല്ലാഹ് ചൊല്ലണം. ഇന്ന് ഈ മജ്ലിസിൽ നിന്ന് ഒരു 29 വട്ടം നമുക്ക് ചൊല്ലാം. എന്നിട്ട് ഇരുകരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. ധാരാളം ആളുകൾ പല മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. പല ഉദ്ദേശങ്ങൾ, നീറുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ എല്ലാം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. തങ്ങളെ ദുആ ചെയ്യണേ, വലിയ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്, കടബാധിതനാണ്, രോഗമാണ്, വീടില്ല തങ്ങളെ, ഭർത്താവിന് ജോലിയില്ല, മകന്റെ കല്യാണം ശരിയായിട്ടില്ല, മകളുടെ കല്യാണം ശരിയായിട്ടില്ല, പൈശാചികമായ ഉപദ്രവങ്ങളിലാണ്, ഒരു സമാധാനമില്ല, ഒരു വീട്ടിലൊരു ഇരിക്കാനൊരു സമാധാനമില്ല, വീട്ടിൽ താമസിക്കാൻ റാഹത്തില്ല എന്ന് പറഞ്ഞ് നീറുന്ന പ്രയാസങ്ങളായിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ, വിളിച്ചു പറയുന്ന ആളുകൾ, മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ, എല്ലാവർക്കും വേണ്ടി നമ്മൾ മജ്ലിസിൽ ഒരു 29 വട്ടം യാ ലത്തീഫ് യാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. മജ്ലിസ് കാണുന്ന ഓരോരുത്തരും എൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഏറ്റുചൊല്ലി. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഏറ്റുചൊല്ലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا لطيف يا الله 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 إن شاء الله ഒരു 29 വട്ടം ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. നമുക്ക് ദുആ ചെയ്യണം. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നീറുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറായിട്ട് മജ്ലിസ് കാണുന്നവരുണ്ട്. ഈ സയ്യിദിയ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് തങ്ങളെ ദുആ മാത്രമാണ്. തങ്ങളുടെ ദുആയിൽ എനിക്കൊരു ഇടമുണ്ടാകും, എനിക്കൊരു സ്ഥാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആദ്യം മുതൽ അവസാനം വരെ മജ്ലിസ് ഇരുന്ന് കാണുന്നത്. പല തിരക്കുകളുള്ള ആളുകളുണ്ട്. വീട്ടിലെ അടുക്കള തിരക്കുകള്, അടുക്കള ജോലി, വീട്ടുജോലികള്, മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അതിൻ്റെ ഇടയിലൊക്കെ സമയം കണ്ടെത്തി നമ്മളെ മജ്ലിസ് കാണുന്നവരും. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. ഇരു വീട്ടിലും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. നമ്മളെ മജ്ലിസ് കാണുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഇരിക്കുന്നത് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസാണ്. അല്ലാഹുവേ, അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തി
ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ. മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും, ഇഖ്ലാസോട് ആമീൻ പറയും. നമുക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ഇഖ്ലാസാണ്. ഏത് അമലെടുക്കുകയാണെങ്കിലും, ഏത് ദുആയിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിലും ഇഖ്ലാസ് വേണം. ആർക്കോ വേണ്ടി ഒരു കാട്ടിക്കൂട്ടലാകരുത് നമ്മുടെ ദുആവും, നമ്മുടെ ഒന്നും ഒരു കാട്ടിക്കൂട്ടലാകരുത്. ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله، يا ذا الجلال والإكرام يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. رحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആന നീ കബൂലാക്കണേ അല്ലാഹ്. അടിമകളായ ഞങ്ങളെ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട് അല്ലാഹ്. ഈ സയ്യിദി മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മുഹബ്ബീങ്ങളുണ്ട് അല്ലാഹ്, ഞങ്ങളെ കൂടപ്പിറപ്പീങ്ങളുണ്ട് അല്ലാഹ്. അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്, അവരെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. കരുണക്കടലായ തമ്പുരാനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, മക്കളുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരുടെ മക്കളുടെ സകലമാന പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ജോലിയിലെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മക്കളെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഒരു ഇണയെ സ്വാലിഹത്തായ ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. മകളുടെ കല്യാണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്.
ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ നീ നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അർഹമർ റഹീമീനായ അല്ലാ, ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ, ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വീടില്ല തങ്ങളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. റാഹത്തായ ഒരു മസ്കന് അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. സകലമാന പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മർ റഹീമീനായ അല്ലാ, എന്ത് പ്രയാസം അനുഭവിച്ചിട്ടാണോ, എന്ത് മുറാദ് വെച്ചിട്ടാണോ മജ്ലിസ് കാണുന്നതല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ സമ്പത്തിനെയും ശരീരത്തെയും ഒരുപോലെ കാർന്നു തന്ന അത്തരം അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഉള്ളവർക്ക് പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. കാലുവേദനയാണ് തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. മുട്ടുവേദനയാണ് തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, പരിപൂർണ ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ. ഇബാദത്തിന് തടസ്സപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. തല സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. വയറ് സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ വന്നുകൊണ്ട് കിടപ്പുകളിൽ സഞ്ചാരപ്പെടുന്നവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. തൈറോയിഡിന്റെ രോഗികളല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. സകലമാന രോഗങ്ങൾക്കും പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. ഫാറ്റ് ലിവർ വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. വരിക്കോസിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ഭക്ഷണത്തിന് പൈപ്പിട്ടുകൊണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടുകൊണ്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആരെയും അത്രയും അവസ്ഥയിൽ കെടുത്തല്ലേ അല്ലാ, നീ കെടുത്തല്ലേ അല്ലാ, നീ കെടുത്തല്ലേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ല ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറാകുന്ന സമയത്ത് ഞങ്ങളെ മൗത്താക്കണേ അല്ലാ. നല്ലവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മൗത്താക്കണേ അല്ലാ, ഞങ്ങളെ മൗത്താക്കണേ അല്ലാ. സകലമാന പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരുടെ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ, പ്രയാസകരമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ജോലിയിൽ ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലാ, അല്ലാഹുവേ ജോലിയിൽ ബർക്കത്ത് പ്രദാനം ചെയ്യണേ
ചെയ്യണേ അല്ലാ. തനാസിൽ അടിച്ച് കിട്ടിയിട്ടില്ല തങ്ങളെ ദുആസിനെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ നിലക്കതെല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. വിസ അടിച്ച് കിട്ടിയിട്ടില്ല തങ്ങളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാഹുവേ ഹൈറായ രീതിയിൽ അതെല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രവാസ ജീവിതത്തിൽ അല്ലാഹുവേ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ബർക്കത്തേകണേ അല്ലാ. നിഅമത്തേകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ അല്ലാഹുവേ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാ. അത്തരം അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. അത് കാണാനുള്ള ഈമാൻ ഞങ്ങൾക്ക് കുറവാണ് അല്ലാ. അല്ലാഹു അത്തരം അവസ്ഥ നീ നൽകല്ലേ അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കാത്തോളണേ അല്ലാ. നീ കാത്തോളണേ അല്ലാ. എൻ്റെ ഖത്തറിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കള്, ഒമാനിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കള്, അല്ലാഹുവേ അല്ലാഹുവേ അബൂദാബിയിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കള്, പല ഭാഗങ്ങളിൽ നിന്ന് എൻ്റെ മജ്ലിസ് കാണുന്ന സൗദിയിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കള്, കുവൈത്തിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കള്, യുഎഇയിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, അല്ലാഹുവേ നീ രക്ഷ കൊടുക്കണേ അല്ലാ. അവർക്ക് പ്രവാസ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാ. ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാ. അവരെ സമ്പത്തിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മൗത്താകുമല്ലാ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഈമാൻ കാമിലാക്കണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിലേക്ക് ഒന്ന് ചെന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. ചെയ്തവർക്ക് ഇനിയും പോവാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷപാണ്ഡ കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. ധാരാളം ആളുകൾ അത് കൊതിക്കുന്നവരുണ്ട് അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പെങ്കിലും ഒരു വട്ടം അവിടെ പോവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാ. ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാന്റെ ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാ. ഉമ്മ ചെയ്ത അമാലുകളെ ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ. ഖബറിലേക്ക് ഒരു ഫിറാശ്, ഒരു വിരിപ്പിനെ നീ വിരിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ ഒരു ഫിറാശ് നീ വിരിപ്പിക്കണേ അല്ലാ. നീ വിരിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകി തീർന്നതുപോലെ ഉരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഉപ്പ ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മരണപ്പെടുമല്ലാ, മൗത്താകുമല്ലാ.
ഞങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ ജനാസ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാ. മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാ. വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ജനാസയെപ്പെടുത്തണേ അല്ലാ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. ആ മണ്ണറ മണിയറയാക്കണേ അല്ലാ. മണ്ണറ മണിയറയാക്കണേ അല്ലാ. മണ്ണറ മണിയറയാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, നിന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. നീ ഹറാമാക്കണേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ധാരാളം ആളുകൾ ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ട് അല്ലാ. എൻ്റെ സഹോദരിമാര്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. ഈ തങ്ങളുപ്പാന്റെ മജ്ലിസ് ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചത് കൊണ്ടാണ് അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. അവരെ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങളെ നീ കൊയക്കല്ലേ അല്ലാ. നീ തളർത്തല്ലേ അല്ലാ. അവർക്കൊരു ബുദ്ധിമുട്ടും നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവല് അവരെ ജീവിതത്തിൽ നൽകണേ അല്ലാ. അവരെ ജീവിതത്തിൽ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സലാം. ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ നിങ്ങൾക്ക് കാണാം. നമ്മളെ സയ്യിദിയം മജ്ലിസിൻ്റെ കീഴിൽ, ഈ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ ഒരു ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ആഗ്രഹമുള്ള ആരും തന്നെ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആ റൗള ഷരീഫിലേക്കൊന്ന് ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ആരും ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. പോയവർക്ക് ഇനിയും ഇനിയും പോകാൻ അല്ലാഹ് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. പോകാത്തവർക്ക് അവിടെ ചെന്നുകൊണ്ട് മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആരും സമ്പത്തുണ്ടായിട്ട് അവിടെ ചെന്നിട്ടില്ല. സമ്പത്തുള്ളവരവിടെ ചെന്നിട്ടില്ല. സമ്പത്തുണ്ടായിട്ട് അവിടെ ചെന്നിട്ടില്ല. എല്ലാവരും മനസ്സിൽ ആഗ്രഹം വെച്ച് നടന്നോ. ആഗ്രഹിച്ച് സ്വലാത്ത് ചൊല്ലിക്കോ. ഏതെങ്കിലും മാർഗത്തിൽ അല്ലാഹു അത് എളുപ്പമാക്കി തരും. നമ്മുടെ കൂട്ടത്തിൽ ആഗ്രഹമുള്ള ആളുകൾ, നമ്മളെ അയൽവാസികളുടെ കൂട്ടത്തിൽ ആഗ്രഹമുള്ള ആളുകൾ, കുടുംബത്തിൽ ആഗ്രഹമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്പറിൽ ബുക്ക് ചെയ്ത്, പരിമിതമായ സീറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അതിലേക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.